നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കഠിനംകുളം ആതിര കൊലക്കേസിൽ പ്രതി പിടിയിൽ. ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ജോൺസൺ പിടിയിലായത് ചിങ്ങവനത്ത് വെച്ച്. ഇയാൾ വിഷം കഴിച്ചതായി സംശയം. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര അനാസ്ഥ. ഓർത്തോ വിഭാഗം സ്റ്റെറിലൈസറിൽ കൂത്താടിയും കൃമികളും. വൃത്തിഹീനമായ അവസ്ഥയിലുള്ളത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ശുചിയാക്കേണ്ട സ്റ്റെറിലൈസർ. PPE കിറ്റ് അഴിമതി ഇന്നും സഭയിൽ. കുറഞ്ഞ തുക വാഗ്ദാനം ചെയ്ത കമ്പനി ഒഴിവാക്കിയെന്ന് VD സതീശൻ. ആരോപണം തള്ളി മുഖ്യമന്ത്രി. കമ്പനി നൽകിയത് ഓർഡർ ചെയ്തതിന്റെ പകുതി മാത്രം. CAGക്ക് മറുപടി നൽകിയിരുന്നുവെന്നും മുഖ്യമന്ത്രി. ബ്രൂവറി വിവാദത്തിൽ വികസനം പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മറുപടി. മദ്യനയത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. വ്യവസായ സ്ഥാപനങ്ങൾക്ക് വെള്ളം നൽകാൻ തീരുമാനിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ. ടെൻഡർ ഇല്ലാതെ അനുമതി കൊടുക്കുന്നത് അഴിമതിയെന്ന് ആവർത്തിച്ചു പ്രതിപക്ഷം. K. സുധാകരൻ, VD സതീശൻ സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കിയതിൽ കോൺഗ്രസിൽ അമർഷം പുകയുന്നു. വിമർശനവുമായി ഘടകകക്ഷികളും. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണണമെന്ന ആവശ്യം. സംസ്ഥാനത്ത് NDA ഘടകകക്ഷികൾ ഉടൻ മുന്നണി മാറില്ല. പ്രകാശ് ജാവ്ദേക്കർ നടത്തിയ അനുനയ ശ്രമം ഫലം കണ്ടു. 15 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും കാണാൻ അവസരമൊരുക്കുമെന്ന് ഉറപ്പ്. മലപ്പുറം അരീക്കോട് കിണറ്റിൽ വീണ കാട്ടാനയെ കരകയറ്റാൻ ശ്രമം തുടരുന്നു. മയക്കുവെടി വെക്കണമെന്ന് നാട്ടുകാർ. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്കായി അതിരപ്പള്ളിയിൽ ഇന്നും തെരച്ചിൽ. വീണ്ടും വിവാദ പരാമർശവുമായി മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണ. ഹിന്ദു കലാകാരന്മാർക്ക് എന്തെങ്കിലും പറ്റിയാൽ ആരും ഉണ്ടാകില്ലെന്ന് റാണ. ഏതെങ്കിലും ഖാൻമാർക്ക് കുത്തേറ്റാൽ ചർച്ചയാക്കുമെന്നും മന്ത്രി. സെയ്ഫ് അലി ഖാന് കുത്തേറ്റത് അഭിമാനമാണോ എന്ന് പരിഹാസം. കഠിനംകുളം കൊലപാതകത്തിലെ പ്രതി പിടിയിലായിരിക്കുന്നു. കോട്ടയത്ത് നിന്നാണ് ജോൺസൺ പിടിയിലായത്. അവശനിലയിലായിരുന്നു പ്രതി. ഇയാൾ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ് വിലയിരുത്തുന്നത്. VV വിനോദ് ഉണ്ട്. വിനോദ്, എപ്പോഴാണ് ഈ പ്രതിയെ പിടികൂടിയത്? എങ്ങനെയായിരുന്നു ആ ദൗത്യം? അഭിലാഷ്, കോട്ടയം ചിങ്ങവനത്തിലാണ് പ്രതി പിടിയിലായത്. ഇയാൾ പിടിയിലാകുമ്പോൾ, പോലീസിന്റെ കസ്റ്റഡിയിലാകുമ്പോൾ അവശനിലയിലായിരുന്നു. വിഷം കഴിച്ചു എന്ന സംശയത്തെ തുടർന്ന് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വളരെ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസിലാണ് ഇപ്പോൾ ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം വഴി കഠിനംകുളത്തെ യുവതിയുമായി പരിചയത്തിലാവുകയും 1 വർഷത്തോളം ആ ബന്ധം തുടരുകയും ലൈംഗികമായി യുവതിയെ ചൂഷണം ചെയ്യുകയും അതിനുശേഷം ആ ചിത്രങ്ങൾ ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും പിന്നീട് ഒപ്പം വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ആവശ്യങ്ങൾ നിരസിച്ചതിനെ തുടർന്നാണ് ആതിര എന്ന 30-കാരിയെ കഴുത്തിന് മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുന്നത്. പ്രതി ലോഡ്ജിൽ നിന്ന് കത്തിയുമായി ഈ വീട്ടിലേക്ക് കൃത്യം നടന്ന ദിവസം എത്തുന്ന ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചത്. 1 വർഷത്തിലേറെയായി ഇവർ ഈ പരിചയത്തിലായിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയത്തിലായിരുന്നു. 7 മാസം മുൻപ് ഈ വിവരം ഭർത്താവ് രാജീവ് മനസ്സിലാക്കുകയും ഇത് വിലക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർ ഈ ബന്ധം തുടരുകയും ഇരുവരും പലയിടങ്ങളിലായി ഒരുമിച്ച് യാത്ര നടത്തുകയും ചെയ്തു. ഈ സമയത്താണ് സ്വകാര്യ നിമിഷങ്ങളിലെ ദൃശ്യങ്ങൾ ഇയാൾ പകർത്തുന്നത്. ഇയാൾ കൊല്ലം സ്വദേശിയാണ്, ദളവാപുരം സ്വദേശിയാണ് ജോൺസൺ. പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൊച്ചി ചെല്ലാനത്തേക്ക് മാറിയിരുന്നു. അവിടെ വിവാഹിതനായി 3 കുട്ടികളുടെ അച്ഛനാവുകയും ചെയ്തു. അതിനുശേഷം ആ ബന്ധം വേർപെടുത്തി. അവിടെ തന്നെ സൈക്കോ ഔസേപ്പ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഇയാളുടെ ഈ മോശം സ്വഭാവത്തെ തുടർന്ന് ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇൻസ്റ്റയിലൂടെ ഇങ്ങനെ ഈ കഠിനംകുളം സ്വദേശിയായ പൂജാരിയുടെ ഭാര്യയെ
പരിചയപ്പെടുന്നത്. ആ ബന്ധം വഷളാവുകയും അതിനൊടുവിൽ കൊലപാതകം നടക്കുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ചയാണ് ഈ കൊലപാതകം നടക്കുന്നത്. രാവിലെ 8:30 മണിക്ക് മകനെ സ്കൂളിലേക്ക് ആതിര അയച്ചിരുന്നു. പുലർച്ചെ 5 മണിയോടുകൂടി ഭർത്താവ് സമീപത്തെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പോവുകയും ചെയ്തു. അതിനുശേഷമാണ് 8:30 മണിക്ക് ശേഷമാണ് ഈ വീട്ടിലേക്ക് പ്രതി എത്തുന്നത്. കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ടായിരുന്നു കൊലപാതകം നടത്തിയത്. നേരത്തെ തന്നെ വധഭീഷണി ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിൽ അനുനയ നീക്കത്തിൽ സംസാരിച്ച് തീർത്തിട്ടുണ്ടാകണം എന്നാണ് കരുതേണ്ടത്. കാരണം ഈ പ്രതി വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബഹളമോ നിലവിളിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ പ്രതിക്ക് ചായ നൽകുകയും ചെയ്തു. അതിനർത്ഥം ഈ യുവതിയെ പറഞ്ഞ് വശീകരിച്ച് കൊല നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തർക്കങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതായി അഭിനയിച്ചുകൊണ്ട് ഈ വീടിനുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒടുവിൽ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഇരുചക്ര വാഹനവുമായി ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ആ ഇരുചക്ര വാഹനം അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ട്രെയിനിൽ കടന്നു കളഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചിങ്ങവനത്താണ് പ്രതി പിടിയിലായിരിക്കുന്നത്. അഭിലാഷ്, ഇപ്പോൾ ജോൺസൺ എന്ന പ്രതിയാണ് പിടിയിലായിട്ടുള്ളത്. കോട്ടയം ചിങ്ങവനത്ത് നിന്നാണ് പ്രതി പിടിയിലായിട്ടുള്ളത്. ഇനിയാണ് ഈ കൊലപാതകത്തിന്റെ ചുരുൾ കൃത്യമായി അഴിക്കാൻ പോലീസിന് സാധിക്കുക. എങ്ങനെയാണ് കൊലപാതകം നിർവഹിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുക്കുമ്പോൾ ആണ് കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. പക്ഷേ നിലവിൽ പ്രതി വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായുള്ള സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ്. മറ്റു വാർത്തകളിലേക്ക്. PPE കിറ്റ് അഴിമതിയുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ് കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് പറഞ്ഞ അനിത ടെക്സ്റ്റ്കോട്ട് കമ്പനിയെ സർക്കാർ അവഗണിച്ചുവെന്ന് VD സതീശൻ ആരോപിച്ചു. കമ്പനി വില കുറയ്ക്കുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് വാങ്ങുന്ന കിറ്റുകളുടെ എണ്ണം കുറച്ചത്. അന്ന് രാത്രി തന്നെ സാൻ ഫാർമയിൽ നിന്ന് 2 ഇരട്ടി വിലയ്ക്ക് 15,000 കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചുവെന്നും VD സതീശൻ ആരോപിച്ചു. 28/3/2020 മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അനിത ടെക്സിക്കോട്ട് എന്ന കമ്പനിക്ക് ഇമെയിലിൽ അയക്കുന്നു. അവർ പറഞ്ഞു 25,000 കിറ്റ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇമെയിൽ അയക്കുന്നത് 550 രൂപയ്ക്ക്. പക്ഷേ അതേ ദിവസം വൈകിട്ട് 5:55 ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അതിൻ്റെ നോട്ടിൽ എഴുതുന്നു, നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ അനിത ടെക്സിക്കോട്ട് എന്ന കമ്പനി 550 രൂപ എന്ന് പറയുന്ന റേറ്റ് കുറയ്ക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് അവർക്ക് 25,000 കിറ്റുകൾ കൊടുക്കുന്നില്ല, 10,000 കിറ്റേ അവിടെ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ. അതേ ദിവസം വൈകുന്നേരം 7:48 സാൻ ഫാർമ എന്ന സ്ഥാപനത്തിന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അങ്ങോട്ട് മെയിൽ അയക്കുന്നു. അവരുടെ പ്രപ്പോസൽ അംഗീകരിച്ചു വന്നു. അവരുടെ പ്രപ്പോസൽ എന്താ? ഒരു PP കിറ്റിന് 1,550 രൂപ. 1,550 രൂപ. അത് 15,000 വാങ്ങിക്കാൻ വേണ്ടി അവർക്ക് 100% അഡ്വാൻസ് കൊടുക്കും. അതായത് 5:55 പറയുന്നു, 550 രൂപ പറഞ്ഞ കമ്പനി നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് അവർക്ക് 10,000 കിറ്റായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് 50% അഡ്വാൻസ്. എന്നിട്ട് 7:48 സാൻ ഫാർമയ്ക്ക് പറയുന്നു 15,000 കിറ്റ് 1,550 രൂപയ്ക്ക് മേടിക്കാൻ ഓർഡർ. എന്നിട്ട് 100% അഡ്വാൻസ്. എന്നാൽ കോവിഡ് കാലത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സങ്കീർണമായ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് മുന്നോട്ടു പോയാൽ മതിയായിരുന്നു എന്നാണോ പ്രതിപക്ഷം പറയുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആരോഗ്യമേഖലയെ കരിവാരിത്തേക്കാൻ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് നമ്മളെല്ലാം കണ്ടല്ലോ. അതിന് ബഹുമാന്യായ മന്ത്രി മറുപടിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. UDF കാലത്തെ ആശുപത്രികൾ എങ്ങനെയായിരുന്നുവെന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ. അന്ന് ആരോഗ്യരംഗം തന്നെ വെന്റിലേറ്ററിലായിരുന്നു. ഡോക്ടർമാർ, മരുന്നുകൾ, അവിടെ ആവശ്യമായ മറ്റ് സജ്ജീകരണങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന പൊതുജനാരോഗ്യ സംവിധാനം. അന്നത്തെ ശോചനീയാവസ്ഥ ആർക്കും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെയുള്ള ഒരു കാലഘട്ടം ആണ് അതിജീവിച്ചത്. അപ്പോൾ പോലും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണവും വിമർശനവും അനുസരിച്ച് ഇതിലും പണം കുറച്ച് ഈ കിറ്റുകൾ ലഭിക്കുവാൻ അവസരമുണ്ടായിരുന്നു. ആ അവസരമാണ്
നഷ്ടപ്പെടുത്തിയത്, അതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ മറുപടിയായി ഇത് മാറുന്നുണ്ടോ? CAG റിപ്പോർട്ടിലെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് PPE കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 2020 ഓഗസ്റ്റ് 23-ന് അനിത ടെക്സ്കോട്ട് എന്ന കമ്പനിയിൽ നിന്ന് ഈ 25,000-ഓളം കിറ്റുകൾ വാങ്ങാൻ ആദ്യം ഓർഡർ നൽകുന്നു. പക്ഷേ കമ്പനി പിന്നീട് വില കുറച്ച് നൽകില്ല എന്ന സാഹചര്യത്തിൽ 550 രൂപയാണ് അവർ പറഞ്ഞത്. ആ സാഹചര്യത്തിൽ ഈ എണ്ണം വാങ്ങുന്ന കിറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നു. അന്നേ ദിവസം തന്നെ സാൻ ഫാർമസിയിൽ നിന്ന് 15,000-ഓളം കിറ്റുകൾ 1,500 രൂപയിലധികം രൂപ കൊടുത്ത്, ഒരു കിറ്റിന് 1,500 രൂപയിലധികം കൊടുത്ത് വാങ്ങുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിൽ ഒരു സുതാര്യതയില്ലായ്മയുണ്ട്, ദുരൂഹതയുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അവിടെ അതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി പറയുന്നത് പർച്ചേസ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അങ്ങനെയൊരു കരാർ നൽകാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല അന്ന്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ മുൻഗണന. അതുകൊണ്ടാണ് അടിയന്തര സാഹചര്യത്തിലുള്ള ഒരു ഇടപെടൽ എന്നവണ്ണം പണത്തിനും അതുമായി ബന്ധപ്പെട്ട ലാഭത്തിനും പ്രാധാന്യം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജും ഇതേ കാര്യം തന്നെയാണ് സഭയിൽ ആവർത്തിച്ചത്. പണത്തിനായിരുന്നില്ല അവസരത്തിൽ പ്രാധാന്യം കൊടുത്തത്, ആരോഗ്യ മരിച്ചു വീഴുന്ന സാഹചര്യം ഉറപ്പുവരുത്താനാണ് കിറ്റുകൾ ഏതു വിധേനയും വാങ്ങി സംഭരിക്കുന്ന തരത്തിലേക്ക് ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മതിയായ കിറ്റുകൾ ലഭിക്കാതെ വരുന്ന ഒരു പശ്ചാത്തലം പോലും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പർച്ചേസ് നടത്തിയത്. അതിനെയാണ് പ്രതിപക്ഷം ഇങ്ങനെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് എന്നുകൂടി ഓർക്കണമെന്നായിരുന്നു വീണ ജോർജിന്റെ മറുപടി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ വരും ദിവസങ്ങളിലും സഭയെ പ്രക്ഷുബ്ധമാക്കുമെന്ന് തന്നെയാണ് സൂചന. വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് നിയമസഭയിൽ എണ്ണി മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മദ്യനിർമ്മാണ പ്ലാന്റ് ആരോപണങ്ങൾ മുഖ്യമന്ത്രി തള്ളി. വ്യാജ പ്രചാരണങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടാകില്ല എന്നും ഇടതുമുന്നണി ഇടപെടുന്നത് സത്യസന്ധമായി മാത്രമാണ് എന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഇക്കാര്യത്തില് സംശയിക്കത്തക്ക യാതൊന്നുമില്ല. അപ്പം ഇവിടെ അങ്ങ് പ്രകടിപ്പിച്ച ആശങ്ക വെള്ളത്തിൻ്റെതാണ്. വെള്ളത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം സർക്കാർ സൃഷ്ടിക്കില്ല. അവിടെയുള്ള കൃഷിക്കാരുടെ, കുടിവെള്ളം വേണ്ടവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടപടി നടപ്പാക്കുക. ഒരാശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. ഏതായാലും ഇതിന് നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഒരു പദ്ധതി എന്ന നിലക്കാണ് ഇതിനെ കാണേണ്ടത്. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേരളം വ്യവസായ നിക്ഷേപ സൗഹൃദമല്ല എന്ന ആക്ഷേപം മാറിയെന്നും അവകാശപ്പെട്ടു. 2028 വിഴിഞ്ഞം യാഥാർത്ഥ്യമാകും. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന ജനങ്ങളുടെ ചിന്താമരവിപ്പ് 2016 ഇടത് സർക്കാർ അധികാരത്തിലേറിയത് മുതലാണ് മാറിത്തുടങ്ങിയത് എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ഇവിടെ മാറ്റങ്ങളൊന്നും നടക്കില്ല. പ്രഖ്യാപിക്കപ്പെട്ട പല പദ്ധതികളും പ്രായോഗികമാവില്ല. അപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയാണ് 2016 കേരളത്തിൽ പൊതുവെ ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരം പദ്ധതികൾ നടപ്പിൽ വന്നതോടുകൂടി ജനങ്ങളുടെ മനോഭാവത്തിൽ തന്നെ മാറ്റം വന്നു. ആ കാര്യം ആരോഗ്യകരമായ ജനങ്ങളുടെ സമീപനത്തിൽ കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര അനാസ്ഥ. ഓർത്തോ വിഭാഗം സ്റ്റെറിലൈസറിൽ കൂത്താടിയും കൃമികളും. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ശുചിയാക്കേണ്ട സ്റ്റെറിലൈസറിൽ ആണ് കൂത്താടികളെ കണ്ടത്. അറ്റൻഡർമാരെ മേലുദ്യോഗസ്ഥ ശാസിക്കുന്ന ഓഡിയോ ന്യൂസ് 18 ലഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, എപ്പോൾ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളും ഓഡിയോയുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അഭിലാഷ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സ്റ്റെറിലൈസ് ചെയ്യുന്ന വെള്ളമുണ്ട്, അതായത് ചൂടുവെള്ളമാണ്. ഈ ചൂടുവെള്ളത്തിലിട്ടാണ് ഉപകരണങ്ങൾ വീണ്ടും അടുത്ത ശസ്ത്രക്രിയക്കോ അല്ലെങ്കിൽ അടുത്ത രോഗിക്കോ ഉപയോഗിക്കുന്നത്. അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഈ വെള്ളം അത് നിരന്തരമായി ചൂടാക്കാത്തത് വഴി അതിനുള്ളിൽ കൃമികീടങ്ങളുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ഈ ദൃശ്യങ്ങൾ വരുന്നതിനൊപ്പം തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥ അറ്റൻഡർമാരെ അവർക്ക് താക്കീത് നൽകുന്ന ഓഡിയോ സന്ദേശം കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇവിടെ മീൻ വളർത്തുകയാണോ എന്ന കാര്യമാണ് ചോദിക്കുന്നത്. ആ നിലയ്ക്ക് ഒരു
ചോദ്യം വരികയും ഇതിൽ മെഡിക്കൽ കോളേജിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ആരോഗ്യവകുപ്പിനെതിരെ വലിയ വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി പുറത്തു വരുന്നത്. അഭിലാഷ്. യെസ്, എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള അനാസ്ഥയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് സ്റ്റെറിലൈസർ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അടക്കം വൃത്തിയാക്കേണ്ട സ്റ്റെറിലൈസറിൽ ആണ് ഇത്തരത്തിൽ കൃമികീടങ്ങളെ കണ്ടെത്തിയത്. നേരത്തെ പങ്കുവച്ചൊരു വാർത്തയിലേക്ക് തന്നെ തിരികെ പോകുന്നു. കഠിനംകുളം കൊലപാതകത്തിലെ പ്രതി പിടിയിലായിരിക്കുന്നു. കോട്ടയത്ത് നിന്നാണ് പ്രതിയായിട്ടുള്ള ജോൺസൺ പിടിയിലായത്. അവശനിലയിലുള്ള ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. VV വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുമുണ്ട്. വിനോദ്, നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, അതായത് ഈ പ്രതിയെ ചിങ്ങവനത്ത് നിന്ന് പിടികൂടി എന്നുള്ളത്. കോട്ടയം ചിങ്ങവനത്ത് നിന്നാണ് പിടികൂടുകയും ചെയ്തത്. ഇപ്പോൾ അതിനു മുമ്പ് ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ പ്രതി എങ്ങനെ കോട്ടയത്തേക്ക് എത്തി? ചിങ്ങവനത്ത് നിന്ന് പിടികൂടാനുണ്ടായ പശ്ചാത്തലം അതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? തീർച്ചയായും വ്യക്തത വന്നിട്ടുണ്ട് അഭിലാഷ്. അതായത് കഴിഞ്ഞ ഈ കൊലപാതകം ഉണ്ടായതിന് പിന്നാലെ തന്നെ പോലീസ് വലിയ തെരച്ചിലായിരുന്നു. ഇയാൾ ചിങ്ങവനത്തെ രഹസ്യ ഒളിവിൽ കഴിയുന്നു എന്നുള്ള വിവരം പോലീസിനുണ്ടായിരുന്നു. തുടർന്ന് ചിങ്ങവനം പോലീസ് ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ കണ്ടെത്തിയത്. കുറിച്ചിയിലെ ഒരു വീട്ടിൽ ഹോം നേഴ്സായി ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് ചിങ്ങവനം പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇങ്ങനെ ഒരു വിവരം ലഭിച്ചതിനെ തുടർന്ന് ഈ വീട്ടിൽ ചിങ്ങവനം ASI അഭിലാഷും ഒപ്പം തന്നെ CPO റിങ്കുവും ഉൾപ്പെടെയുള്ള ഒരു സംഘം അവിടെ എത്തി. പക്ഷെ ആ സമയം അയാൾ വീട്ടിലുണ്ടായിരുന്നില്ല. തുടർന്ന് വീണ്ടും പോലീസ് ഇയാൾ ഇവിടെ ഉണ്ട് എന്നുള്ള, ഈ പ്രദേശത്തുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. തുടർന്ന് വീണ്ടും പരിശോധന നടത്തിയതോടുകൂടിയാണ് ഇയാളെ കുറിച്ചി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടത്. തുടർന്ന് ഉടൻ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് താൻ വിഷം കഴിച്ചിട്ടുള്ളതായി പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഉടൻ തന്നെ വളരെ വേഗം പോലീസ് ഇയാളെ കോട്ടയം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അതായത് ഏതാണ്ടൊരു 4 മണിയോടുകൂടിയാണ് ഇയാളെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഇത്തരം വിഷം കഴിച്ചിട്ടുള്ളതായ ഏതാണ്ട് സൂചനകളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. തുടർന്ന് ആംബുലൻസിൽ ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഡോക്ടർമാർ ഇയാളുടെ ജീവൻ നിലനിർത്താനുള്ള ശ്രമം നടത്തി വരികയാണ്. എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും വളരെ നാടകീയമായ ഒരു സംഭവമാണ്. ഇയാൾ അവിടെ നിന്ന് കൊലപാതകം നടത്തിയ ശേഷം ഇവിടെ എത്തി വളരെ പെട്ടെന്നൊരു ഹോം നേഴ്സായി ഉൾപ്പെടെ ജോലിയിൽ കയറുകയും അവിടെ ഒളിച്ച് താമസിക്കാനും ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെയാണ് താൻ പിടിക്കപ്പെടുമെന്ന് ഒരുപക്ഷെ ഉറപ്പായതോടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ ഇയാൾ വിഷം കഴിച്ചത് എന്ന് അനുമാനിക്കേണ്ടി വരും. അഭിലാഷ്. യെസ്, VV വിനോദ് കൂടിയുണ്ട്. വിനോദ്, നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിക്കായുള്ള വല വിരിച്ചിരുന്നു നേരത്തെ തന്നെ പോലീസ്. പക്ഷേ എപ്പോഴും പ്രതിയിലേക്ക് എത്തിപ്പെടുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ഏത് നിലയിലുള്ള അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്? അഭിലാഷ്, ഇയാൾ ട്രെയിനിൽ സഞ്ചരിച്ചു എന്നത് പോലീസിന് വ്യക്തമായിരുന്നു. കാരണം റെയിൽവേ സ്റ്റേഷനിലാണ് ഇരുചക്ര വാഹനം ഉപേക്ഷിച്ചത്. തുടർന്ന് ആ സമയത്ത് അതുവഴി കടന്നുപോയ ട്രെയിനുകൾ, അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ഇതിനിടയിലാണ് ഇയാൾ അവിടെ ഹോം നേഴ്സായി കുറിച്ചിയിൽ, ചിങ്ങവനത്തിനടുത്ത് കുറിച്ചിയിൽ ഹോം നേഴ്സായി ഒരു വീട്ടിൽ ജോലിക്ക് കയറി എന്ന വിവരം ലഭിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വളരെ തന്ത്രപരമായി ഒരു വീടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് ഈ പ്രതി മാറുകയായിരുന്നു. പക്ഷേ ഈ വിവരം പോലീസിന് ലഭിക്കുകയും അവിടെ പോലീസിന്റെ പരിശോധന ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഈ പരിശോധന ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാകണം ഇയാൾ ആ വീടിന് പുറത്തേക്ക് പോയിരുന്നു. പഞ്ചായത്ത് ഓഫീസിന് സമീപം വെച്ചാണ് ഇയാളെ പിടികൂടുന്നത്. റോഡിൽ വെച്ച് സംശയകരമായ നിലയിൽ കണ്ടെത്തുകയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഈ സമയത്താണ് ഇയാൾ വിഷം കഴിച്ചിട്ടുണ്ടെന്ന വിവരം പോലീസിന് നൽകുന്നത്. ഏതായിരുന്നാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ കൊലപാതകത്തിന് ശേഷം ഏതൊക്കെ നീക്കങ്ങളാണ് ഇയാൾ നടത്തുന്നത്, അതിന് ഇപ്പോഴുള്ള ഈ ആരോഗ്യസ്ഥിതി അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണമായിരിക്കും ഇനിയുള്ള ചോദ്യം ചെയ്യലും മറ്റ് നടപടിക്രമങ്ങളും. പ്രതിയെ തിരുവനന്തപുരത്ത് കഠിനംകുളത്ത് എത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. കൊലപാതകം നടന്ന വീട്, ഇവിടെ താമസിച്ച ലോഡ്ജ്, കത്തി വാങ്ങിയ സ്ഥലം,
കൊലപാതകത്തിന് ശേഷം സഞ്ചരിച്ചെത്തിയത് എവിടെ, അവിടെ നിന്ന് ട്രെയിനിൽ പോയതിന്റെ വിശദാംശങ്ങൾ ഇതെല്ലാം തന്നെ പ്രതി പോലീസിനോട് വിവരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ആരോഗ്യനില എങ്ങനെ എന്നുള്ളത് വ്യക്തമല്ല. ഈ സാഹചര്യം കഴിഞ്ഞിട്ട് വേണം പോലീസിന് വിശദമായി ഇയാളെ ചോദ്യം ചെയ്യാനും കോടതിയിൽ ഹാജരാക്കാനും, ആവശ്യമെങ്കിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകാനും. അഭിലാഷ്, തീർച്ചയായും ശ്രീജിത്ത്, നിലവിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രതിയെ പിടികൂടി എന്നത് വലിയ ആശ്വാസമാകുന്ന ഒന്നാണ്. ഇനി പ്രതിയെ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്, പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നതിൽ എല്ലാം വ്യക്തത കൈവരേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ? എന്താണ് ഈ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുണ്ടായ പശ്ചാത്തലം എന്നതിൽ വ്യക്തതയുണ്ടോ ശ്രീജിത്ത്? അഭിലാഷ്, ഇത്തരം കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധമായ സംഘം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു രീതിയാണ് ഉള്ളത്. നിലവിൽ അയാൾ വിഷം കഴിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ആ വിഷാംശം പൂർണ്ണമായും പുറത്ത് കളയുന്നതിനടക്കമുള്ള മരുന്നുകളൊക്കെ നൽകിക്കൊണ്ടുള്ള ചികിത്സാ രീതിയായിരിക്കും ഉണ്ടാകുക. അന്ന് അല്പം കൂടി കാത്തിരിക്കണം. ഏതാണ്ട് അധിക സമയം ആയിട്ടില്ല മെഡിക്കൽ കോളേജിലേക്ക് ഇയാളെ കൊണ്ടുപോയിട്ട്. ഇവിടെ ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകുകയാണ് ചെയ്തത്. പരിശോധനകളും നടത്തി. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുടെ ഒരു എത്രത്തോളം ഗുരുതരമാണ് എന്ന് നമുക്ക് അന്തിമമായ വ്യക്തത വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരാനുള്ളൂ. എന്തായാലും വളരെ വേഗം തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ചിങ്ങവനം പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ഇയാൾ ഇങ്ങനൊരു പിടിക്കപ്പെട്ട ഉടൻ തന്നെ ഇയാൾ ഇങ്ങനൊരു മൊഴി നൽകിയിരുന്നു. ഒരുപക്ഷെ അയാൾ പിടിക്കപ്പെടുമെന്ന് തോന്നിയതിന്റെ തൊട്ട് മുമ്പായിരിക്കാം അങ്ങനെ വിഷം കഴിച്ചിട്ടുണ്ടാകുക. അതല്ലെങ്കിൽ അതിന് വളരെ മുൻപേ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷാംശം കൂടുതൽ എത്ര അളവിൽ കഴിച്ചിട്ടുണ്ട് എന്നതൊക്കെ പ്രസക്തമാണ്. ഇതെല്ലാം അനുസരിച്ചായിരിക്കും അയാളുടെ ജീവൻ നിലനിൽക്കുന്നു എന്നുള്ളത് അതിലൊരു പ്രധാനമായി വരിക. എന്തായാലും ആശുപത്രിയിൽ എത്തിക്കുന്നതുവരെയും അയാളുടെ ജീവൻ നിലനിന്നു എന്നുള്ളത് ഒരു പരിധിവരെ പോലീസിനെ സംബന്ധിച്ചും ഈ കേസന്വേഷണത്തെ സംബന്ധിച്ചും ആശ്വാസകരമാണ്. സ്വാഭാവികമായും മെഡിക്കൽ കോളേജിലെ ബാക്കി പരിശോധനകളും ചികിത്സ കൂടി നൽകുന്നതോടെ ഇയാൾക്ക് കൂടുതൽ വളരെ വേഗത്തിൽ ഇയാൾക്ക് സ്വാഭാവികതയിലേക്ക് അയാളുടെ ജീവിത ശൈലി എന്താ പറയുക ആരോഗ്യ സ്വാഭാവികതയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണേണ്ടത്. എന്തായാലും വിഷം കഴിച്ചിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് ഇവിടെ ജില്ലാ ആശുപത്രിയിൽ നടത്തുകയും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തത്. എന്തായാലും വളരെ പെട്ടെന്ന് നടത്തിയൊരു ഓപ്പറേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ തീർച്ചയായും തിരുവനന്തപുരം പോലീസ് ഈ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ കൃത്യമായ CCTV പരിശോധനകളൊക്കെ നടത്തി ട്രെയിനിലാണ് കയറിപ്പോയത് എന്ന് ഉറപ്പിയപ്പോൾ സ്വാഭാവികമായും ഓരോ റെയിൽവേ സ്റ്റേഷനിലെയും CCTVകൾ പരിശോധിച്ചിട്ടുണ്ടാകും. അത്തരം പരിശോധനകൾക്കൊടുവിലാണ് ചിങ്ങവനത്തിന് സമീപം ഇയാൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ അന്വേഷണം പോലീസ് നടത്തി. ചിങ്ങവനം പോലീസും കഴിഞ്ഞ മണിക്കൂറുകളായി ഉള്ള അന്വേഷണങ്ങളിലായിരുന്നു ഇയാൾ എവിടെ എത്തി എന്നുള്ളത്. CCTVകളിലൂടെ നടത്തിയ പരിശോധനയിൽ ഇയാൾ ഈ ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കിയെന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ഇയാൾ ചികിത്സയിലാണുള്ളത്. തീർച്ചയായും വരുന്ന മിനിറ്റുകളിൽ തന്നെ കൂടുതൽ അപ്ഡേഷൻ, അതായത് ഇയാളുടെ ആരോഗ്യനില തുടർന്നുള്ള സ്വാഭാവികമായിട്ട് ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള നടപടിക്രമം. കാരണം തിരുവനന്തപുരം പോലീസാണ്, കടനംകുളം പോലീസാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത്. വിനോദ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തെളിവെടുപ്പ്, കൂടുതൽ മൊഴി, ഇതെല്ലാം എടുക്കുക അവിടെയാണ്. അത് ചിങ്ങവനം പോലീസിന്റെ ഭാഗത്ത് നിന്നായിരിക്കില്ല ഉണ്ടാകുക. അത്രയും ഗുരുതരാവസ്ഥയിൽ വല്ലതും ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധാരണഗതിയിൽ മരണമൊഴിയൊക്കെ പലപ്പോഴും എടുക്കാറുണ്ട്. ആ നിലയിൽ ഇയാൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അതിനായുള്ള കാത്തിരിപ്പിലാണ് പോലീസും മറ്റുമുള്ളത്. യെസ്, അതാണ് എത്രത്തോളം ഗുരുതരമാണ് ആരോഗ്യനില എന്നതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. വിനോദ്, ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്, പക്ഷേ ആരോഗ്യനില മോശമെന്നറിയുന്നു. ഒരു പക്ഷേ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ മാറ്റിയ ശേഷം കൂടുതൽ തെളിവുകളടക്കം ശേഖരിക്കാൻ സാധിക്കും. അങ്ങനെയായിരിക്കാം പോലീസിൻ്റെ ആത്മവിശ്വാസം എന്ന് നമുക്ക് അനുമാനിക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ എത്രയും പെട്ടെന്ന് പ്രതിയെ ആരോഗ്യവാനായി തന്നെ തെളിവെടുപ്പിന് എത്തിക്കുക എന്നതായിരിക്കുമല്ലോ പോലീസിൻ്റെ ലക്ഷ്യം. വിനോദ്, അഭിലാഷ്, തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ്. ആദ്യം പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാകുക എന്നത് തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള സംഘം, ഈ അന്വേഷണ സംഘം
കോട്ടയത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്, പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് പ്രതിയുള്ളത്. ഇനി ഇവിടെ നിന്നുള്ള സംഘം അവിടെ എത്തി അവിടെ ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇയാളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക. ഏതായിരുന്നാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാൾ ഒരു ഹോം നഴ്സായി ഒരു വീട്ടിൽ ജോലിക്ക് കയറിയെങ്കിൽ അത് ഒരു പക്ഷെ ഒരു ഏജൻസി വഴിയാകാനുള്ള സാധ്യതയുണ്ട്. നേരിട്ട് ഉള്ള ഒരു ജോലിക്ക് കയറിയുള്ള ഒരു രീതി ആവാനുള്ള സാധ്യത കുറവാണ്. ഒരു പക്ഷേ കോട്ടയത്തുള്ള ഏതെങ്കിലും ഏജൻസി വഴി ഇയാൾ അവിടെ എത്തി ഇങ്ങനെ ഒരു സുരക്ഷിതമായി മാറുക എന്ന ലക്ഷ്യത്തോടുകൂടി ഏതെങ്കിലും ഏജൻസി വഴി ഇയാൾ ഈ ജോലി തരപ്പെടുത്തിയതാകാനുള്ള സാധ്യത, അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരം ഇനി ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ നടത്തിയ നീക്കങ്ങൾ എന്ത് എന്നത് അടക്കം വ്യക്തമാകേണ്ടതുണ്ട്. ഇയാൾ കൊലപാതകത്തിന് എത്തിയത് എവിടെ നിന്ന്, ആയുധം വാങ്ങിയത് എവിടെ നിന്ന്, ലോഡ്ജിൽ താമസിച്ചത്, വീട്ടിലേക്ക് എത്തിയത്, വീട്ടിനുള്ളിൽ നടന്ന കാര്യങ്ങൾ, അവിടെ നിന്ന് രക്ഷപ്പെട്ട രീതി, ഇതെല്ലാം തന്നെ പ്രതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ആവശ്യമായി വരും. ഇയാളെ കസ്റ്റഡിയിലെടുത്തുള്ള നടപടികളാണ് പ്രധാനമായും പോലീസിൽ നിന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം ഇയാൾ ഈ വിഷം കഴിച്ച് ആശുപത്രിയിലായി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇനിയുള്ള നടപടികൾ. ഏതായിരുന്നാലും ഒരല്പം കാലതാമസം അയാളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഈ പ്രതിയെ വളരെ പെട്ടെന്ന് പിടികൂടാൻ പറ്റി എന്നത് തന്നെ. കാരണം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറെ അവ്യക്തതകൾ നിലനിന്നിരുന്നു. മാത്രമല്ല ഈ പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം, ഇൻസ്റ്റാഗ്രാം ID കണ്ടെത്തുന്നതിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇയാളുടെ പേരും വിലാസവും അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. തീർച്ചയായും എന്തായാലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ആ പ്രതിയുടെ ആരോഗ്യനില മെച്ചപ്പെടണം. അതിനനുസരിച്ചായിരിക്കും ഇനി പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രതി വിഷം കഴിച്ചിട്ടുണ്ട് എന്ന പ്രാഥമികമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ 82ാം ഷോറൂം തിരുവനന്തപുരം കിളിമാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് N. സലിൻ ഉദ്ഘാടനം ചെയ്തു. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ, ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ, കിരൺ വർഗീസ്, മരിയ കിരൺ, അജോ പിട്ടാപ്പിള്ളിൽ, ജനറൽ മാനേജർ AJ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫാദർ സാമുവേൽ കുന്നുംപുറത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചു. ആനിവേഴ്സറി ആഘോഷങ്ങളുടെയും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെയും ഭാഗമായി പിട്ടാപ്പിള്ളി ഏജൻസീസിൽ വൗ സെയിൽ ഓഫറുമുണ്ട്. ലക്ഷോപലക്ഷം കസ്റ്റമേഴ്സാണ് ഞങ്ങൾ വളർത്തുന്നത്. വലിയ ഭീമമായ പരസ്യങ്ങളോ വലിയ ഉദ്ഘാടന ബഹളങ്ങളോ ഒന്നും കൂടാതെ തന്നെ സ്ഥാപനം എങ്ങനെ വളരുന്നു എന്ന് പലരും ചോദിക്കുമ്പോൾ കസ്റ്റമറാണ് ഞങ്ങളുടെ ശക്തി. ഒപ്പം ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന സ്റ്റാഫുകളും കസ്റ്റമറെ സർവീസ് ചെയ്യാൻ വേണ്ടി 1500ഓളം സ്റ്റാഫുകൾ തയ്യാറായി നിൽക്കുന്നു. നല്ല സേവനം നൽകണമെന്ന് കൃത്യമായി നിഷ്കർഷിച്ച് അവരത് പാലിക്കാൻ ശ്രമിക്കുന്നു. സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് സംതൃപ്തരായ കസ്റ്റമർ വേണമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതാണ് പിട്ടാപ്പിള്ളി ഏജൻസിന്റെ മാജിക്, മറ്റൊന്നുമല്ല. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7505 രൂപ, പവൻ 60,040 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 6205 രൂപ, പവൻ 49,640 രൂപ. വെള്ളി ഗ്രാം 97, കിലോ 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.